സീതാമ്മയുടെ മുറിയിലിരുന്നാൽ അവിടെ സംസാരിക്കുന്നത് പുറത്തേക്ക് കേൾക്കാം. വൈകിയുടെ മൗനത്തിനു പിന്നിൽ ഇരുവരും തമ്മിലുള്ള എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കമാവുമെന്ന് കരുതി, അങ്ങനെയാണെങ്കിൽ സംസാരിക്കുന്നത് ജാനകിയും താനും കേൾക്കേണ്ട എന്ന് കരുതിയാണ് അവർ ചേച്ചിയോട് ഉമ്മറത്തേക്ക് ഇരുത്താൻ പറഞ്ഞത്. ഉമ്മറത്തേക്ക് പോകുമ്പോഴേ പിന്നിൽ വാതിലടഞ്ഞ് കുറ്റിയിടുന്ന ശബ്ദം അവർ കേട്ടിരുന്നു. വാതിലടയുന്ന ശബ്ദം കേട്ടതും വൈക പതിയെ കണ്ണുകൾ തുറന്നു. മുറിയിൽ നിൽക്കുന്ന സിദ്ധുവിനെ കണ്ടതും തെളിച്ചമില്ലാത്ത മുഖത്തോടെ അവൾ എഴുന്നേറ്റിരുന്നു. സന്ധ്യ കഴിഞ്ഞ് ഒരു ബുക്കും വായിച്ചിരുന്നതാണ്. എപ്പോഴോ ഉറങ്ങിപ്പോയത് എന്നറിയില്ല. സിദ്ധു വാതിൽ കുറ്റിയിട്ടുകൊണ്ട് വൈകിക്കരികിലേക്ക് വന്നു. മനസ്സിലെ അവനോടുള്ള താല്പര്യമില്ലായ്മ അവളുടെ മുഖത്തും പ്രകടം. എന്തേ കിടക്കുന്നേ? വയ്യേ? അവനെ മുഖമുയർത്തി നോക്കാതെ ഇരിക്കുന്ന അവളോട് അവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. മറുപടി ഉണ്ടാകില്ലെന്നറിയാം. എങ്കിലും ചെയ്തു പോയ തെറ്റിന് എങ്ങനെയെങ്കിലും അവളോട് സോറി പറഞ്ഞ് തന്നോടുള്ള ഇഷ്ടക്കേട് മാറ്റിയെടുത്തേ മതിയാവൂ. വയ്യെന്നറിഞ്ഞിട്ടും എന്തിനാ ഇങ്ങനൊരു ചോദ്യം? അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ നീരസത്തോടെ തന്നെ മറുചോദ്യം ചോദിച്ചു. ചെയ്തത് തെറ്റാണെന്നറിയാം, എങ്കിലും ചോദിക്കുക. ക്ഷമിക്കാൻ കഴിയില്ല നിനക്ക്? അവൻ മടിയോടെയാണെങ്കിലും ചോദിച്ചു. ക്ഷമിക്കാൻ കഴിയുമായിരുന്നു. ഇതെല്ലാം തന്ന കാശിനുള്ള ജോലിയായി കണ്ടിരുന്നു. വന്ന് അന്ന് തന്നെയായിരുന്നെങ്കിൽ. അവൾ എങ്ങോ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വൈക, അവൻ എന്തോ പറയാൻ വന്നതും അവൾ കൈകൊണ്ട് വേണ്ടെന്ന് തടഞ്ഞു. സിദ്ധുവേട്ടൻ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട. ഞാൻ വാങ്ങിച്ച കാശിനുള്ള ജോലിയെ കണ്ടോളാം. അതിൽ കൂടുതൽ സങ്കടമൊന്നും എനിക്കില്ല. ഇതെല്ലാം പറഞ്ഞുറപ്പിച്ചുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. വൈക, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ നിന്നെ ഒരിക്കലും വിലപേശി വാങ്ങിച്ചതേ കണ്ടിട്ടില്ല, ഇനിയോട്ട് കാണുകയില്ല. ഇന്നലെ അങ്ങനെ പറ്റിപ്പോയി. അതിലെനിക്ക് നല്ല കുറ്റബോധമുണ്ട്. പക്ഷേ എന്നെ കാണുമ്പോൾ നിന്റെ മുഖത്ത് കാണുന്ന ഈ ഇഷ്ടമില്ലായ്മ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവൻ ദയനീയതയോടെ പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും വീണ്ടും സിദ്ധുവേട്ടൻ അതുതന്നെ പറയണമെന്നില്ല. ഇതൊക്കെ സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. ഇനിയും സിദ്ധുവേട്ടൻ എന്നെ പ്രാപിക്കാം, അല്ലെങ്കിൽ കീഴ്പ്പെടുത്താം. ഞാൻ അനുസരണയുള്ള കുട്ടിയെപ്പോലെ നിൽക്കും. സിദ്ധുവേട്ടൻ്റെ രക്തത്തിൽ ഒരു ഭ്രൂണം എന്നിൽ പിറവിയെടുക്കുന്നുണ്ടെന്ന് അറിയുന്ന നിമിഷം വരെ. അതും പറഞ്ഞ് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ വൈക വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. സിദ്ധു അവൾ പോകുന്നതും നോക്കി ഇനി എന്താ എന്ന പോലെ ഇരുന്നു. അപ്പോഴും അവൾ പറഞ്ഞ വാക്കുകളിൽ ധരിച്ചിരിക്കുകയായിരുന്നു. സിദ്ധുവേട്ടൻ്റെ രക്തത്തിലൊരു ഭ്രൂണം എന്നിൽ പിറവിയെടുക്കുന്നത് വരെ എന്നെ പ്രാപിക്കാം. ഡാ അജയ, നാളെയാ തനുവിൻ്റെ ഓപ്പറേഷൻ തീയതി പറയാമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നീയും കൂടെ വരുമോ? ഉമ്മറത്ത് സിഗരറ്റും വലിച്ചുകൊണ്ടിരുന്ന അജയനോട് അമ്പിളി വന്ന് ചോദിച്ചു. വരില്ലെന്നറിയാം, എന്നാലും ഇത്രയും വരെ ഓപ്പറേഷന് പോകുമ്പോൾ ആരും കൂടെയില്ലാതെ. ഞാൻ വരില്ല, എനിക്ക് വേറൊരിടം വരെ പോകാനുണ്ട്. തന്നെത്താൻ അങ്ങ് പോയാൽ മതി. ഒരു 2000 രൂപ ചോദിച്ചപ്പോൾ എന്തായിരുന്നു? അവൻ ശൗര്യത്തോടെ അവർക്ക് നേരെ തിരിഞ്ഞു. നിനക്കെന്താ ഇങ്ങനെ വിവരമില്ലേ? അതാ പെണ്ണ് തന്നതാ. അതൊന്നും 10 പൈസ എടുത്താ അതിലേക്ക് കൂട്ടാൻ എൻ്റെ കയ്യിലില്ല. നിന്റെ കൈ തരാനുണ്ടെങ്കിൽ ഞാൻ തരാം. എൻ്റെ കുഞ്ഞിന് ഒരുപാട് കാലത്തെ സ്വപ്നമോ ഒന്ന് എഴുന്നേറ്റ് നടക്കൽ. അവർ വികാരീതനായി. ഒരു സ്വപ്നം? അവളൊക്കെ എഴുന്നേറ്റ് നടന്നിട്ട് എന്തോ ചെയ്യാനാ? വെറുതെ പൈസ കളയാൻ. അജയ് പുച്ഛത്തോടെ പറഞ്ഞു. നിനക്ക് ദൈവം എല്ലാം കണ്ടറിഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് നിന്നെയും കൊണ്ട് ഈ വീടിന് വല്ല ഉപകാരമുണ്ടോ? ഉപദ്രവമല്ലാതെ. അവർക്കും ദേഷ്യം വന്നു തുടങ്ങി. ഇതളെ പൊയ്ക്കോ അകത്തേക്ക്. എൻ്റെ നേരെ വന്നോണ്ടല്ലോ. ഉപകാരമുണ്ടായിരുന്നല്ലോ, അവളെ വിളിച്ചോ. അവൻ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവരെയൊന്ന് കടുപ്പിച്ചു നോക്കി വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. വൈകിയുണ്ടായിരുന്നെങ്കിൽ തനിക്ക് അവനോട് കാല് പിടിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു എന്നവർ ചിന്തിച്ചു. അല്ല, അവളാണല്ലോ അവളുടെ ആരുമല്ലാതിരുന്നിട്ടും താൻ കുറച്ചു വർഷം അവളെ നോക്കിയെന്ന കടപ്പാടിൽ ഇത്രയും വലിയ സഹായം ചെയ്യുന്നത്. അതുമതി, ഇനിയും അവളെ ബുദ്ധിമുട്ടിക്കും. അവൾ സമാധാനത്തോടെ ജീവിച്ചോട്ടെ. കുറെ ഈ വീടിനും ഞങ്ങൾക്കും വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ. രാത്രി സിദ്ധു സച്ചുവിനെ വിളിക്കാൻ ഒരുങ്ങിയെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ചു. അവളുടെ ഒരു വാക്കുകൊണ്ടാണ് താൻ ഇന്ന് കുറ്റബോധത്തോടെ നിൽക്കുന്നത്. ഇനി വൈകിയിൽ ഒരു കുഞ്ഞ് പിറക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയായിരിക്കണം അവളെ വിളിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അവൻ സച്ചുവിനെ കണ്ടത് മുതലുള്ള കാര്യങ്ങൾ ഓർത്തെടുത്തു. തങ്ങളുടെ കോളേജ് കാലവും പ്രണയവും ഇണക്കങ്ങളും പിണക്കങ്ങളും എത്ര സുന്ദരമായിരുന്നു. തിരികെ കിട്ടില്ലെന്നറിയാമായിരുന്നിട്ടും കിട്ടിയെങ്കിലെന്ന് കൊതിച്ചു പോകുന്നൊരു കാലം. അതൊക്കെ ഓർത്തതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ആ ആക്സിഡൻറ്റ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എത്ര സന്തോഷത്തോടെ തങ്ങൾ ജീവിക്കുമായിരുന്നു. ആ ഓർമ്മയിൽ സിദ്ധുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് സിദ്ധുവിൻ്റെ ഫോൺ ബെല്ലടിച്ചതും മേശയ്ക്ക് മുകളിലിരിക്കുന്ന ഫോണിലേക്ക് അവൻ്റെ നോട്ടം നീണ്ടു. ഡിസ്പ്ലേയിൽ
മിഥുൻ എന്ന് കണ്ടതും അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. എന്തായി, സംസാരിച്ചോ വൈകിയോട്? എടുത്തപാടെ മിഥുന്റെ ചോദ്യം അവനെ തെളിയെത്തി. അതേ എന്ന പോലെ സിദ്ധു വന്നു മൂളി. എന്തു പറഞ്ഞു? അവൾക്കൊരു പ്രശ്നവുമില്ലെന്നും എന്നിലൊരു കുഞ്ഞു പിറക്കുന്നതുവരെ എനിക്ക് കീഴ്പ്പെട്ട് കിടക്കുമെന്നും സിദ്ധു പറഞ്ഞു നിർത്തി. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താ? മിഥുൻ അവനൊരു ഉത്തരത്തിലെത്താൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടും വീണ്ടും ചോദിച്ചു. നിനക്കൊരു കുഞ്ഞിനെ നൽകാനുള്ള ആരോഗ്യം വർഷക്കില്ലെന്ന് അറിഞ്ഞിട്ടും നീ അവളെ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിക്കുന്നില്ലേ? ആരെങ്കിലും അവളെ വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞാൽ നിനക്ക് സാധിക്കുമോ? അവൾക്ക് വേണ്ടിയല്ലേ നീ വീട്ടുകാരെ പോലും വേണ്ടെന്ന് വെച്ച് അവളോടൊപ്പം ജീവിക്കുന്നത്? സിദ്ധു, ഞാൻ പറഞ്ഞത് അങ്ങനെയാണോ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? എടാ, നീ സച്ചുവിനോടൊപ്പം ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അതുപോലെയാണോ ഞങ്ങൾ? നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. എൻ്റെ ആദ്യ പ്രണയവും ഞാൻ ജീവിതാവസാനം വരെ ജീവിക്കാൻ ആഗ്രഹിച്ചതും സച്ചുവിനോടൊപ്പമാണ്. ആ മോഹം പാതിയിൽ വെച്ച് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് കഴിയില്ല മിഥു. അതിലേക്കുള്ളൊരു വഴി മാത്രമാണ് വൈക. അവളോടൊരു ഇഷ്ടം തോന്നിയെന്നതൊക്കെ ശരിയാണ്, പക്ഷേ അത് സച്ചുവിനെ മറന്നുകൊണ്ടല്ല. സിദ്ധു, നീ ആദ്യം ആരില്ലെങ്കിലും ഒരാളിൽ മാത്രം ഉറച്ചു നിൽക്കുക. നീ മനസ്സിരുത്തി നന്നായി ആലോചിക്കുക. പ്രണയിച്ചവൾ വേണോ അതോ നിന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നവൾ വേണോ എന്ന്. ദിനങ്ങൾ കൊഴിഞ്ഞു വീണു. സിദ്ധുവിനോടുള്ള വൈകിയുടെ പെരുമാറ്റത്തിൽ മാറ്റമൊന്നും വന്നില്ല. ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുമെങ്കിലും പരസ്പരമുള്ള സംസാരങ്ങളില്ലാതെയായി. അവനോട് ചേർന്ന് കിടന്നിരുന്ന വൈക അവനിൽ നിന്നും അകലം പാലിച്ച് കിടന്നു തുടങ്ങി. സിദ്ധു എത്രയൊക്കെ തന്നെ അവളോട് സോറി പറഞ്ഞിട്ടും എന്തോ അവൾക്ക് അവൻ ചെയ്തത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാശ് വാങ്ങിച്ചിട്ടല്ലേ ഇതിന് ഇറങ്ങിയത് എന്നൊക്കെ ചിന്തിക്കുമെങ്കിലും തൻ്റെ സമ്മതത്തോടെ അല്ലല്ലോ തന്നെ കീഴ്പ്പെടുത്തിയത് എന്ന് കരുതും. മനസ്സിലുണ്ടായിരുന്ന ആ പഴയ ഇഷ്ടം വൈകയിൽ നിന്നും മാഞ്ഞു തുടങ്ങിയിരുന്നു. ഇനി അവനെ അങ്ങനെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവൾക്കൊരു ഉത്തരത്തിലെത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സിദ്ധുവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കിടക്കുമ്പോൾ അബദ്ധത്തിൽ പോലും വൈകിയുടെ ശരീരത്തിൽ സ്പർശിക്കാതിരിക്കാൻ അവൻ നോക്കി. ഇനിയും അവൾ തന്നെ കുറ്റവാളിയെപ്പോലെ നോക്കുന്നത് അവന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അവനു പക്ഷേ മനസ്സിൽ ഒരു മടുപ്പ് വന്നു തുടങ്ങിയിരുന്നു. വൈകിയോടല്ല, മറിച്ച് തൻ്റെ ജീവിതത്തോട് തന്നെ. സച്ചുവും വിളിക്കരുതെന്ന് വിലക്ക് കൽപ്പിച്ചു. വൈകിയും ആ ഒരു കാരണത്താൽ തന്നെ അവഗണിക്കുന്നു. എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ട അവസ്ഥ. ഓഫീസിൽ എപ്പോഴും എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധുവിനെയാണ് മിഥുൻ കാണുന്നത്. തനിക്കും അവൻ ഉചിതമായൊരു മാർഗം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പരിതപിച്ചു. ഇതിനിടയിൽ തനുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി 3 മാസം കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. തനുവിൻ്റെ കാര്യമായതുകൊണ്ട് വൈകി അതുമാത്രം സിദ്ധുവിനോട് പറഞ്ഞു. ഓപ്പറേഷന് ബാക്കി പൈസ കൂടി അവന് അമ്പിളിയുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തു. അവനോട് അങ്ങോട്ട് പോയി സംസാരിക്കില്ലെന്ന് വൈകി തീരുമാനിച്ചിരുന്നെങ്കിലും തനുവിൻ്റെ കാര്യമായതുകൊണ്ടും പൈസയ്ക്ക് ഇനിയും ആവശ്യമുള്ളതുകൊണ്ടുമാണ് അവൾ അവനോട് പറഞ്ഞത്. അവൾക്ക് വേണ്ടിയാണല്ലോ താൻ ഈ വേഷം കെട്ടിയാടുന്നത്. അതുകൊണ്ട് പൈസ ചോദിക്കുന്നതിൽ നാണക്കേടൊന്നും വേണ്ടെന്ന് വിചാരിക്കുകയായിരുന്നു വൈക. അല്ലെങ്കിൽ തന്നെ ഇതിലേറെ വേറെന്ത് നാണക്കേട് തോന്നാൻ? അതില്ലാത്തതുകൊണ്ടാണല്ലോ പൈസയ്ക്ക് വേണ്ടി കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറായി വന്നത്. ആലോചിച്ചപ്പോൾ വൈകിക്ക് സ്വയം പുച്ഛം തോന്നി. കുറേ ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. എന്തു പറ്റി മോൾക്ക്? ഉമ്മറത്തിരിക്കുന്ന നേരം പടിയിലിരിക്കുന്ന വൈകിയോടായി സീതാമ്മ ചോദിച്ചു. അവളാണെങ്കിൽ മറ്റേതോ ലോകത്താണ്. ചോദിച്ചതൊന്നും കേട്ടിട്ടില്ല. വൈക, സീതാമ്മ ഉറക്ക വിളിച്ചതും അവളൊന്ന് ഞെട്ടി അവരുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. എന്തു പറ്റി കുട്ടി നിനക്ക്? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നീ, വാത്സല്യത്തോടെ അവർ ചോദിച്ചു. ഏഹി, ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ. അവൾ എന്തു പറയുമെന്നറിയാതെ പറഞ്ഞു. അതൊന്നുമല്ല, വെറുതെ എന്നൊക്കെ നീ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. പഴയ കളിയും ചിരിയും ഒന്നുമില്ല നിനക്ക്. സീതാമ്മ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ എന്ന പോലെ പറഞ്ഞു. ഒന്നുമില്ല എൻ്റെ അമ്മേ, ഞാൻ അമ്മയോട് കള്ളം പറയോ? അവൾ അവരുടെ മടിയിലേക്ക് തലവെച്ചു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കാം, പക്ഷേ എന്തുണ്ടെങ്കിലും ഒരു മടിയും കൂടെ അമ്മയോട് പറഞ്ഞോണം, മനസ്സിലായോ? അവർ ശാസനയോടെ അവളുടെ മുടിയിൽ തടോടി. മനസ്സിലായ എൻ്റെ അമ്മേ. അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അത് സീതാമ്മയിലേക്കും പകർന്നു. വൈക രാവിലെ സിദ്ധുവിനുള്ള കോഫിയുമായി മുറിയിലേക്ക് നടന്നു. അവനോട് മിണ്ടില്ലെങ്കിലും അവന് വേണ്ടി ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം അവൾ തന്നെയാണ് ചെയ്യുന്നത്. അത് വേണ്ടെന്ന് വെക്കുമ്പോൾ സീതാമ്മയ്ക്ക് സംശയം തോന്നുമെന്ന് അവൾക്കറിയാം. പിന്നെ രണ്ടുപേരും ഒരുമിച്ച് സീതാമ്മയുടെ അടുത്ത് പെടാതിരിക്കാനും ശ്രദ്ധിക്കും. മുറിയിലേക്ക് കയറിയതും ഓഫീസിലേക്ക് പോകാൻ റെഡിയാകുന്ന സിദ്ധുവിനെയാണ് കണ്ടത്. കോഫി. അവനെ ശ്രദ്ധിക്കാതെ വൈക കോഫി അവന് നേരെ നീട്ടി. സിദ്ധു അവളെ ഒന്ന് നോക്കി. തന്നെ ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ്.
ഒരുപാട് തവണ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ തന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ആ ഉദ്യമം വേണ്ടെന്ന് വെച്ചു. ഇനി താൻ മിണ്ടി അവൾക്കൊരു ശല്യമാകേണ്ടല്ലോ എന്ന് കരുതിയാണെന്ന് മാത്രം. അവിടെ വെച്ചേക്ക്, അവൻ വീണ്ടും മിററിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. വൈകി അത് മേശയ്ക്ക് മുകളിൽ വെച്ച് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും തള്ളവിരൽ മുതൽ ഒരു പെരുപ്പ് തലച്ചോറിലേക്ക് കയറുന്നത് അവൾക്ക് തോന്നി. അവൾ സിദ്ധുവിനെ നോക്കി. എന്നാൽ അവൻ തന്നെ ശ്രദ്ധിക്കാതെ മുടി ചെയ്യുകയാണ്. ആ പെരുപ്പ് പിന്നെ തലയ്ക്കുള്ളിൽ വട്ടം ചുറ്റിത്തുടങ്ങി. ശരീരത്തിന്റെ നിയന്ത്രണം തന്നിൽ നിന്നും നഷ്ടമാകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. വൈഗ തലയ്ക്ക് കൈ കൊടുത്തു നിന്നു. ചുറ്റും കറങ്ങുന്നു. സിദ്ധുവിനെ ഒന്ന് വിളിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അവനാണേൽ അതൊന്നും ശ്രദ്ധിക്കാതെ ലാപ്പെടുക്കാൻ വേണ്ടി തിരിഞ്ഞിരുന്നു. വൈകിയുടെ നിൽപ്പൊന്നും അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. കണ്ണിൽ ഇരുട്ട് കയറി തുടങ്ങിയതും അവളൊരു താങ്ങനെന്ന പോലെ മുന്നിലുള്ള മേശയിൽ പിടിമുറുക്കിയതും നിയന്ത്രണം വിട്ട് അവൾ വഴുതി താഴേക്ക് നിലം പതിച്ചു. വൈകിയുടെ ബോധം പൂർണ്ണമായും മറഞ്ഞു. പെട്ടെന്ന് ശബ്ദം കേട്ട് സിദ്ധു തിരിഞ്ഞു നോക്കിയതും താഴെ വീണ കിടക്കുന്ന വൈകിയെയാണ് കണ്ടത്. പെട്ടെന്ന് എന്തു പറ്റിയെന്ന പോലെ അവൻ അവൾക്കരികിലേക്ക് വൈഗ എന്നൊരു വിളിയോടെ ഓടിയെത്തി. എന്നാൽ അവളുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. നെറ്റപൊട്ടി ചോരയൊഴുകുന്നത് കണ്ടത് വൈഗ വൈഗ അവൻ അവളെ തട്ടി വിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളിലൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. അവൻ വേഗം കൈയെത്തിച്ച് അലക്കാനുള്ള ബേസിൽ നിന്നും ഒരു ടവലെടുത്ത് അവളുടെ നെറ്റിപൊട്ടിയ ഭാഗത്ത് അമർത്തിവെച്ചു. അന്നത്തേതുപോലെ ആയിരിക്കുമോ? അവനുള്ളിൽ ഭയം ഉടലെടുത്തു. ഈ നേരം വരെയും ഒന്ന് കണ്ണു തുറന്നു പോലും നോക്കുന്നില്ല. ഭയം മൂലം അവൻ്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ട്. ഇനിയും നിന്നാൽ ശരിയാകില്ല എന്ന് തോന്നിയതും അവൻ വേഗം അവളെ കോരിയെടുത്ത് താഴേക്കോടി. വൈകിയെയും കൊണ്ട് താഴേക്ക് വെപ്രാളത്തോട് ഓടി വരുന്ന സിദ്ധുവിനെ കണ്ടതും സീതാമ്മയൊന്ന് പകച്ചു. മോനെ സിദ്ധു, കൊച്ചിന് എന്തു പറ്റിയടാ? അവർ പരവേശത്തോടെ ചോദിച്ചു. തല ചുറ്റി വീണതാ, നെറ്റി പൊട്ടിയിട്ടുണ്ട്, സിദ്ധു ധൃതിയിൽ പറഞ്ഞൊപ്പിച്ചു. അവൻ എന്തു പറ്റിയെന്നൊരു ധാരണയുണ്ടായിരുന്നില്ല. വീണ് കിടക്കുന്നത് മാത്രമല്ലേ അവൻ കണ്ടിട്ടുള്ളൂ. ഞാൻ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കട്ടെ, അവിടെ എത്തിയിട്ട് വിളിക്കാം, അവൻ പരിഭ്രമത്തോടെ പറഞ്ഞുകൊണ്ട് വേഗം അവളുമായി കാറിലേക്ക് ഓടിക്കേറി. ഈശ്വര, എൻ്റെ കുഞ്ഞിന് എന്തു പറ്റിയോ എന്തോ. എന്തായാലും എൻ്റെ കുഞ്ഞിനെ കാത്തോണേ ഭഗവാനെ. അവർ ഇരുന്ന ഇരിപ്പിൽ മനമുരുകി പ്രാർത്ഥിച്ചു. വൈകിയുടെ കൂടെ നേഴ്സ് വിളിച്ചതും അവൻ വേഗം ഓടി അവർക്കരികിലേക്കെത്തി. മെഡിസിറ്റി വരെ ഓടിയെത്താൻ സമയമില്ലാത്തതുകൊണ്ട് അവൻ അടുത്തുള്ള ക്ലിനിക്കിലേക്കാണ് കൊണ്ടുവന്നത്. നെറ്റി പൊട്ടിയതുകൊണ്ട് വേഗം അതിനുള്ള മരുന്ന് വെക്കണം എന്നായിരുന്നു അവൻ്റെ ചിന്ത.